യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പിന്നെ വിഷമം വരുമ്പോ കഴിക്കാൻ ഏറ്റവും നല്ലത് ഐസ്ക്രീം തന്നെയാ. എന്നാര് പറഞ്ഞു? ഇപ്പൊ ഞാൻ പറഞ്ഞു. എന്റെ ബോസേ, സങ്കടത്തിന് കയ്പാണെന്നല്ലേ പറയണത്, സന്തോഷത്തിന് മധുരവും. ഇതിപ്പോ സങ്കടം മാറ്റാനല്ലേ നമ്മളിപ്പോ ഈ ഐസ്ക്രീം കഴിക്കണത്. ശ്രേയ കൊച്ചിന് വിഷമമില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ ഈ ഐസ്ക്രീം കഴിക്കാൻ വരുമായിരുന്നു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, സങ്കടം വരുമ്പോ കഴിക്കാൻ നല്ലത് ഐസ്ക്രീം തന്നെയാ. എനിക്കങ്ങനെ വലിയ സങ്കടമൊന്നുമില്ല. അയ്യോ, കല്യാണം മുടങ്ങി പോകുന്നത് ലോകത്ത് ആദ്യത്തെ കാര്യമൊന്നുമല്ലല്ലോ. ഇതാണ് ധൈര്യം. അതാണ് ഈ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും തോക്കില്ല. പിന്നെ ഞാൻ അങ്ങനെ തോൽക്കാൻ നിന്ന് കൊടുക്കാറുമില്ല. തോൽപ്പിക്കാൻ ഒരുപാട് പേർ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ ഞാൻ പിടിച്ചു കയറി വന്നിട്ടുണ്ട്. ഇത് പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നതുകൊണ്ട് ഒരു ചെറിയ ഷോക്ക് ഉണ്ടായി, അത്രേ ഉള്ളൂ. എന്തായാലും ആ നിഖിലിന് കൊടുത്ത അടി അത് നല്ല പവർഫുൾ ആയിരുന്നു. സ്ത്രീധനം ചോദിച്ച ചെറുക്കന്റെ വീട്ടുകാരുള്ള മുഴുവൻ കലിപ്പും അതിലങ്ങ് തീർത്തു. പാവൻ നിഖില് കണ്ണിക്കൂടെ പൊന്നീച്ച പറന്ന് കാണും. അത് ശരിയാ. പക്ഷേ അവൻ ശ്രേയയുടെ കയ്യിൽ നിന്ന് ഒരടി അർഹിക്കുന്നുണ്ട്. അത് കിട്ടേണ്ടത് പണ്ടായിരുന്നു. പക്ഷേ കിട്ടിയത് ഇപ്പോഴാണെന്ന് മാത്രം. ദൈവം ഓരോന്നിനും ഓരോ സമയം വെച്ചിട്ടുണ്ട് മോനെ ദാസ. അതാണ് ശരിയാ ബോസേ. നെഹിലിനെ കുറിച്ച് എനിക്ക് അത്ര നല്ല അഭിപ്രായമൊന്നും ഇല്ലായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോ അടുത്തറിഞ്ഞപ്പോ അവനത്ര കുഴപ്പക്കാരനൊന്നും അല്ലെന്നാ എനിക്ക് മനസ്സിലായത്. അല്ല, ഞാനും അവനോട് സംസാരിച്ചു. ഇനി വിദേശത്തേക്ക് തിരിച്ചു പോണില്ലെന്നാ അവൻ പറഞ്ഞത്. അല്ല, ഈ ചെറുപ്പത്തിന്റെ എടുത്തുചാട്ടം ഒഴിച്ച അവൻ കുടുംബത്തോട് സ്നേഹമുള്ളവനാ. നിഖിലിന് കമ്പനിയിൽ നല്ലൊരു പോസ്റ്റ് കൊടുക്കാൻ അമ്മയ്ക്കും ആഗ്രഹമുണ്ട്. അല്ല, അതിനെക്കുറിച്ച് ശ്രേയയുടെ അഭിപ്രായം എന്താ? ഇതിൽ ഞാനെന്ത് അഭിപ്രായം പറയാനാ? കമ്പനിയുടെ കാര്യങ്ങളിലൊന്നും തീരുമാനം എടുക്കുന്നത് ഞാനല്ല. അപ്പച്ചി പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അനുസരിക്കുന്നു എന്നല്ലേ ഉള്ളൂ. ഇക്കാര്യത്തിലും അപ്പച്ചി തീരുമാനിക്കുന്നു, ബാക്കിയുള്ളവരനുസരിക്കും. അതില് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ നോ കമന്റ്സ്. അല്ല, ഈ നിഖിലിനെ കുറിച്ച് മൊത്തത്തിൽ എന്താ ശ്രേയയുടെ അഭിപ്രായം? നിങ്ങൾ പറഞ്ഞതുപോലെ മോശം അഭിപ്രായം എനിക്കും ഉണ്ടായിരുന്നു. എന്റെ അനുഭവം അതായിരുന്നല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിലും ഞാനൊരു കമന്റും പറയില്ല. അവനൊരു പാവമാണെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ പണ്ടേ അവൻ നല്ല വികൃതിയാ, എടുത്തു ചാട്ടവും കൂടുതലായിരുന്നു. അതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയെന്ന് എനിക്ക് തോന്നുന്നു. അതെ, നമുക്ക് പോവാം. എനിക്കിവിടെ ഇങ്ങനെ നിൽക്കാൻ ഒരു മൂടുമില്ല. പിന്നെ നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ വന്നത് തന്നെ. നിർബന്ധിച്ചത് മറ്റൊന്നും കൊണ്ടല്ലേ. കല്യാണം മുടങ്ങുന്നത് ലോകത്തെ ആദ്യത്തെ കാര്യമൊന്നും അല്ല. പിന്നല്ലാതെ. പിന്നെ തന്നെയല്ല, ശ്രേയക്ക് പരിചയമുള്ള ഒരാളായിരുന്നല്ലോ സതീഷ്. എന്നാരും പറഞ്ഞു? എനിക്കങ്ങനെ വലിയ പരിചയം അടുപ്പമൊന്നുമില്ല, അറിയാവുന്നേ ഉള്ളൂ. അത് മതിയല്ലോ. അറിയാവുന്നവരോടാണല്ലോ നമുക്ക് അടുപ്പവും പരിചയമൊക്കെ തോന്നുന്നത്. അവനെ എങ്ങാനും കെട്ടിയിരുന്നെങ്കിൽ ശ്രേയ കൊച്ചിന്റെ ലൈഫ് പോയേനെ. എന്റെ അഭിപ്രായത്തിൽ നമുക്ക് ഏറ്റവും പരിചയവും അടുപ്പമുള്ള ഒരാൾ തന്നെ വേണം കല്യാണം കഴിക്കാൻ. അതെ, ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അല്ലേ ബോസേ? അല്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ലൈഫ് മുന്നോട്ട് പോകാൻ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നല്ലാതെ. അതെ,
അച്ഛന്റെ അമ്മയുടെ ഉപദേശം കേട്ട് കേട്ട് മടുത്തിരിക്ക. ഇനി നിങ്ങളും കൂടെ എന്നെ ഉപദേശിക്കല്ലേ. എനിക്ക് ഒരു കുഴപ്പമില്ല. ലൈഫ് സെലക്ട് ചെയ്യാൻ എനിക്ക് നല്ലതുപോലെ അറിയാം. ദേ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വാ കേറ്. അല്ല. പോവാം. അല്ല ഹൈ, പോയി. അല്ലെങ്കിൽ വാ ബോസേ, നമുക്ക് പോവാം. നീ കയറി പോ. Cheers. ആ കുടിക്ക്. ആ സത്യം പറഞ്ഞ ശ്രേയയുടെ കല്യാണം മുടങ്ങിയത് മഹാ കഷ്ടമായിപ്പോയി. പുറമേ വിഷമമൊന്നും ഭാവിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ ശ്രേയയ്ക്ക് നല്ല സങ്കടമുണ്ട്. അവൾ എന്തിനാ സങ്കടപ്പെടുന്നേ? ഒരു കുരിശൊഴിഞ്ഞു പോയതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടേ? അവക്കേ ഇതിനേക്കാൾ വേറെ നല്ല പ്രപ്പോസൽ കിട്ടും. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. പറ. അതെ, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. അയ്യോ, അത് വേണ്ട. അത് ഡേഞ്ചറാ. എന്നെ ഇഷ്ടപ്പെടാൻ അവക്കൊരിക്കലും പറ്റില്ല. അല്ല, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാണ്. എടുത്തു കുടിക്ക്. ആ അയ്യോ നിഖില്, ഫോൺ മുറി വെച്ച് മറന്നുപോയി. ഒരു കോള് വിളിക്കണമായിരുന്നു. അതിനെന്താ, ഈ ഇരിക്കുന്ന ഫോണല്ലേ, എടുത്ത് വിളിക്ക്. ആ ശരി. അയ്യോ, ഇത് പുതിയ ഫോണാണല്ലോ. ഇതേ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് വാങ്ങിച്ചതാ. ആ ആ, വില കുറച്ച് കൂടുതലാ. ഓ ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ടുണ്ടോ, ഞാൻ ലോക്ക് അഴിച്ചു തരാം. ഓ ശരി. ദാ. ആ ഓ ഓ ദേ, ഇത് അടിച്ച് തീരുമ്പോഴത്തേക്കും ഞാൻ ഫോൺ ചെയ്തിട്ട് വരാം. ശ്രേയയുടെ നമ്പർ സൂപ്പർ. ശ്രേയെ, നിന്നോട് കാണിച്ച കുരുത്തക്കേടുകളൊക്കെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു. അത് നിനക്ക് ശല്യമായെങ്കിൽ സോറി, സെൻഡ് ചെയ്യാം.